ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താണ്? വായിക്കാം എഴുതാമാണ്. ആലീസിൻ്റെ അത്ഭുത ലോകത്തിൽ നിന്ന് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് തലക്കെട്ട്? ആരാണു നീ? അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം. ആരാണു നീ എന്ന ചോദ്യത്തിന് നാണം വന്നത് ആർക്കാണ് നാണം വന്നത്? ആദ്യത്തെ ലൈൻ്റെ തന്നെ ഉണ്ട്. എന്താണ്? ആലീസിന് നാണം വന്നു. അപ്പോൾ ഉത്തരം എന്താണ്? ബി, ആലീസിന്. ഇനി രണ്ടാമത്തെ എന്താ? അവൾക്ക് എത്ര മാറ്റങ്ങൾ വന്നു? ഉണ്ടായ മാറ്റം എന്തായിരുന്നു? എന്തിനെ പറ്റിയാണ് പറയുന്നത്? വന്ന മാറ്റങ്ങളെ പറ്റിയാണ്. അപ്പോൾ നോക്കാം നമുക്ക് എവിടെയാണ് ഉത്തരം വരുന്നത്. സത്യത്തിൽ കാലത്തെ യഥാർത്ഥ ആലീസായി ഉറക്കമെണീറ്റതിന് ശേഷം അവൾക്ക് എത്ര മാറ്റങ്ങൾ വന്നു? പല രൂപങ്ങൾ, പല വലിപ്പങ്ങൾ. അപ്പോൾ ഉത്തരം എന്താ വരുന്നത്? പല രൂപവും പല വലിപ്പവും ഉണ്ടായത്. എ ആണ് ഉത്തരം വരുന്നത് കേട്ടോ. അവൾക്ക് വന്ന മാറ്റങ്ങൾ എന്തായിരുന്നു? പല രൂപവും പല വലിപ്പവും ഉണ്ടായത്. ഞാനല്ലാതായി മാറിക്കഴിഞ്ഞിരുന്നു. ആരാണ്? ആലീസാണ് കേട്ടോ. 5ാമത്തെ ചോദ്യം. താമസിയാതെ കമ്പിളിപ്പുഴു ഏതവസ്ഥയിലേക്കാണ് മാറുന്നത്? ഏതവസ്ഥയിലേക്കാണ് കമ്പിളിപ്പുഴു മാറുന്നത്? പൂമ്പാറ്റ. ബി, പൂമ്പാറ്റയാണ് ഉത്തരം വരുന്നത്. കഥാഭാഗം ഏത് കൃതിയിലേതാണ്? അതിൽ കൊടുത്തിട്ടുണ്ട്. ഏത് കൃതിയാണ്? ആലീസിൻ്റെ അത്ഭുത ലോകം. ഡി ആണ് ഉത്തരം വരുന്നത്. 2ാമത്തെ പ്രവർത്തനമാണ് സങ്കല്പയാത്ര. ചിത്രത്തിൽ കാണുന്നത് എന്താണ്? താജ്മഹലിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആഗ്രയിൽ യമുന നദിയുടെ തീരത്താണ് ഈ വിസ്മയം. മനസ്സുകൊണ്ട് നമ്മളെല്ലാം എവിടെയൊക്കെ യാത്ര പോയിരിക്കുന്നു. എത്ര വേഗം സങ്കല്പയാത്രയുടെ സൗന്ദര്യം മറ്റൊന്നിനും കിട്ടില്ല. താജ്മഹൽ സന്ദർശിച്ചതിനെക്കുറിച്ച് സങ്കല്പിക്കുക. ആ സങ്കല്പയാത്രയെക്കുറിച്ച് കുറിപ്പെഴുതുക. നോക്കാം നമുക്ക്. മഴ പെയ്ത് തോർന്ന പുലർക്കാലത്തിലെ താജ്മഹൽ യാത്ര തീവണ്ടി മാർഗമായിരുന്നു. ആഗ്ര സ്റ്റേഷനിൽ ഇറങ്ങി കൂട്ടുകാരോടൊപ്പം അടുത്തുള്ള ഹോട്ടലിൽ പ്രാതൽ കഴിച്ച് താജ്മഹലിലേക്ക് പോകാൻ റിക്ഷയിൽ കയറി. താജ്മഹലിൻ്റെ അടുത്തെത്തുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കാത്തിരിപ്പിൻ്റെ വേഗതയിൽ എനിക്ക് അനുഭവപ്പെട്ടു. ഇന്ത്യയിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്ത സ്മാരകമാണ് താജ്മഹൽ. ഇന്ത്യയിലും പുറത്തുമുള്ള ആയിരക്കണക്കിന് വിദഗ്ധരായ കരകൗശല വിദഗ്ധർ, വാസ്തുശില്പികൾ എന്നിവരുടെ പരിശ്രമം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഉയരമുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ സ്മാരകം നിലകൊള്ളുന്നത്. അതിൻ്റെ പ്രതീകമായ വെളുത്ത മാർബിൾ താഴികക്കുടവും കോണുകളിൽ 4 മിനാരുകളുമുണ്ട്. 17ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നി മുംതാസ് മഹലിൻ്റെ ശവകുടീരമായി ഇത് പണി കഴിപ്പിച്ചതാണ്. ഈ സമുച്ചയത്തിൽ മനോഹരമായ പൂന്തോട്ടവും പ്രതിഫലിപ്പിക്കുന്ന കുളങ്ങളും മറ്റ് ഘടനകളും ഉൾപ്പെടുന്നു. താജ്മഹൽ ഒരു ശ്രദ്ധേയമായ വാസ്തുവിദ്യാ വിസ്മയം മാത്രമല്ല, നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഞങ്ങൾ വൈകുന്നേരം ഏകദേശം 4 മണിയായപ്പോൾ അവിടെ നിന്നിറങ്ങി നാട്ടിലേക്കുള്ള ട്രെയിൻ സമയം തിരക്കി റെയിൽവേ സ്റ്റേഷനിലെത്തി. അധികം വൈകാതെ ട്രെയിനിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് മയങ്ങി. അതുപോലെ താജ്മഹലിനെ പറ്റി ചെറിയൊരു വിവരണം നിങ്ങൾക്ക് എഴുതാം. 2ാമത്തെ ചോദ്യം എന്താണ്? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഗ്രയിലാണ്. ആദ്യത്തേതാണ് ഉത്തരം. ഇനി 3ാമത്തെ പ്രവർത്തനം നോക്കാം. വർണ്ണന. നേരിയ ചാറ്റൽ മഴയുണ്ട്. കടൽ തീരത്തെ റോഡിലൂടെ വേഗം കുറച്ച് കാറ് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇരുണ്ട ചക്രവാളത്തിനുമപ്പുറം കടലും ഇരുണ്ടിരിക്കുന്നു. കടലിൽ എവിടെയോ മഴ പെയ്യുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു. അമ്മയും ചേച്ചിയും കടൽ കാഴ്ചയിൽ തന്നെ മുഴുകിയിരിക്കുന്നു. ഒരു ചെറുയാത്രയുടെ കൊച്ചു വിവരണമാണിത്. നിങ്ങളെ ആകർഷിച്ച ഏതെങ്കിലും കാഴ്ചയുടെ വർണ്ണന തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാഴ്ചയെ പറ്റിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് കൊടൈക്കനാൽ യാത്രയെ പറ്റിയാണ്. ഏതെങ്കിലും കാഴ്ചയെക്കുറിച്ച് എഴുതാം. ഞാനിവിടെ കൊടൈക്കനാലിലേക്ക് പോയതിനെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ക്ഷേത്ര നഗരമായ പഴനി വഴിയാണ് കൊടൈക്കനാലിലേക്കുള്ള യാത്ര. പഴനി വിട്ട് പച്ചപ്പ് നിറഞ്ഞ വയലുകൾ, ഉരുണ്ടുകൂടുന്ന കുന്നുകൾക്ക് വഴിമാറുന്നു. ഓരോ തെരുവിലും അന്തരീക്ഷം ശാന്തം. താമസിയാതെ കുന്നുകളുടെ അടിവാരത്തെത്തുന്നു. മുകളിലേക്ക് കയറും തോറും അതിമനോഹരമായ കാഴ്ചകൾ. സുന്ദരമായ ഗ്രാമങ്ങളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ താഴ്വരകൾ, പൈൻമരങ്ങളും പച്ചപ്പും നമ്മളെ മറ്റേതോ ലോകത്തേക്ക് എത്തിക്കുന്നത് പോലെ.
മൂന്നാമത്തേൽ വരുന്നത് അന്തിക്ക് വാനിൻ്റെ വക്കത്ത് നിൽക്കുന്നത് ആരാണ് സൂര്യനാണ് ഉത്തരം കേട്ടോ. ഇനി പ്രവർത്തനം 4 കത്ത്. കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു. കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇതാ ഒരു മായലോകം എന്ന പാഠഭാഗത്തിലെ ഈ സന്ദർഭം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഡോക്ടർ വില്യം ബീബ് അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഈ സന്ദർഭത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ പ്രിയ സുഹൃത്തിന് എഴുതാനുള്ള ഒരു കത്ത് സങ്കല്പിച്ച് എഴുതുക. അപ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു കത്ത് എഴുതുമ്പോൾ ആദ്യം എന്ത് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ സ്ഥലം കൊടുക്കണം, പിന്നെ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ എഴുതുന്നത് അവരുടെ പേര് കൊടുക്കുക. എന്നിട്ട് എന്താണ്, ഇവിടെ ബീബാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ബീബ് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ മൺചാക്ക് തുറന്നപ്പോൾ എന്തൊക്കെ അദ്ദേഹത്തിന് കാണാൻ പറ്റിയെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ആ കൂട്ടുകാരൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് പോലെ എഴുതുക, ഇതുപോലെ എഴുതുക. പിന്നെ എന്താണ്, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചുരുക്കത്തിൽ എഴുതുക അല്ലേ. ആ മൺചാക്ക് തുറന്നപ്പോൾ അദ്ദേഹം ഞാൻ അത്ഭുതപ്പെട്ടു പോയി അല്ലേ. ഒട്ടനവധി ചെറുതും വലുതുമായ ഒട്ടനവധി ജീവികളെ എനിക്ക് കാണാൻ സാധിച്ചു അല്ലേ. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത എത്ര ജീവികളാണ് ഈ ഒരു പിടി മണ്ണിൽ ഉള്ളതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു അല്ലേ. അപ്പോൾ നീയും നിനക്ക് പറ്റിയാൽ നീയും ഇതുപോലെ കുറച്ച് മണ്ണെടുത്ത് ഇങ്ങനെ നോക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ കത്ത് ചുരുക്കാം. ലാസ്റ്റ് എന്താണ്, സ്നേഹപൂർവ്വം വില്യം ബീബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു കത്ത് എഴുതാവുന്നതാണ്. പിന്നെന്താണ്, 5ാമത്തെ പ്രവർത്തനമാണ്. പിന്നെന്താണ്, ബി ചോദ്യം കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ ആരാണ്? സച്ചിദാനന്ദനാണ് സഞ്ചാര സാഹിത്യകാരൻ. ഇനി എന്താണ്, 5ാമത്തെ പ്രവർത്തനം പ്രസംഗമാണ്. കേരളത്തിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ കൂടുതൽ എത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. നമ്മുടെ നാട്ടിൽ കൃഷിയിടങ്ങളും കൃഷിയോടുള്ള താല്പര്യവും പൊതുവെ കുറഞ്ഞു വരികയുമാണ്. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളെങ്കിലും സ്വയം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. വീട്ടിലൊരു കൃഷിത്തോട്ടം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ലഘുപ്രസംഗം തയ്യാറാക്കും. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതൊക്കെ ഒരു മാതൃക മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എഴുതാം. ഇതുപോലെ തന്നെ എഴുതി വെക്കേണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രസംഗമാണ് അല്ലേ, അടുക്കള പച്ചക്കറിത്തോട്ടത്തെ കുറിച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജനത്തിന് ഇഷ്ടമാണ് ജൈവ പച്ചക്കറി കൃഷിയോടും വല്ലാത്തൊരു ഇഷ്ടമാണ്. അതിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്താനും അന്യദേശ പച്ചക്കറിയുടെ ദോഷങ്ങൾ പറഞ്ഞ് വിലപിക്കാനും ഇഷ്ടമാണ്. പക്ഷേ കൃഷി ചെയ്യില്ലെന്ന് മാത്രം. കേരളത്തിൻ്റെ മണ്ണും പ്രകൃതിയും കാലാവസ്ഥയുമൊക്കെ ഒട്ടേറെ പച്ചക്കറി വിളകൾക്ക് അനുകൂലമാണ്. ഒരു പിടി ചീരവിത്ത് പറമ്പിലേക്ക് വെറുതെ എറിഞ്ഞു കൊടുത്താൽ മതി, അത് അവിടെ കിടന്ന് വളരും. പാഴായി പോകുന്ന വെള്ളം വല്ലപ്പോഴും തളിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നാലും വീട്ടിലേക്ക് ആവശ്യമായ ചീര ഇഷ്ടം പോലെ കിട്ടും. ഇത്രയ്ക്ക് ആയാസമില്ലാത്തതാണെങ്കിൽ പോലും അത് ചെയ്യാതെ ചന്തയിൽ കിട്ടുന്ന വിഷം തളിച്ച പച്ചക്കറി വാങ്ങുകയും അതിലെ വിഷാംശത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയും ആ ആശങ്ക നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ഭക്ഷിക്കുകയും ചെയ്യുന്ന ജനത ഇവിടെ മാത്രമേ കാണൂ. പലരും പറയാറുണ്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ സ്ഥലവും സമയവുമില്ലെന്ന്. കൃഷിയോടുള്ള താല്പര്യക്കുറവ് മാത്രമാണ് ഈ പറച്ചിലിന് പിന്നിൽ. വീട്ടിൽ തങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി നട്ടുണ്ടാക്കുന്നതിന് ഒരുപാട് സമയം ചിലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ടെറസിലോ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ഇത്തിരി സ്ഥലത്തോ ബാൽക്കണിയിലോ ഒക്കെ അത്യാവശ്യം കൃഷി ചെയ്യാവുന്നതേയുള്ളൂ. മണ്ണിലിറങ്ങി പണി ചെയ്താലേ മനുഷ്യർക്ക് നിലനിൽപ്പുള്ളൂ. നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പ്രസംഗം. ഞാനിപ്പോൾ വീട്ടിലൊരു കൃഷിത്തോട്ടം എന്തുകൊണ്ടാണ് ആവശ്യം, അങ്ങനെയാണ് ഈ പ്രസംഗം ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വീട്ടിലെ കൃഷിത്തോട്ടത്തിൽ എന്തൊക്കെ പച്ചക്കറികൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അല്ലേ, എങ്ങനെ പരിപാലിക്കാം, അതിനെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രസംഗം തയ്യാറാക്കാം കേട്ടോ. ഇനി അടുത്തത്, പ്രവർത്തനം 6 മഴയനുഭവം. പണ്ട് മഴയത്തൊരു ചേമ്പിലയോ വാഴയിലയോ ചൂടി സ്കൂളിൽ പോയിരുന്ന ഓർമ്മകൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും മറ്റും പറയാറുണ്ടല്ലോ. എങ്കിലും മഴയെ അവരൊക്കെ ആസ്വദിച്ചിരുന്നു. മഴയെ എല്ലാവർക്കും ഇഷ്ടമാണോ? ആകണമെന്നില്ല. എന്നാൽ പല വിധത്തിലുള്ള മഴയനുഭവങ്ങൾ നമുക്കെല്ലാമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു മഴയനുഭവം വിവരിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മഴയനുഭവം എഴുതാം. കുളിർ മഴ. മഴ പേര് തന്നെ കുളിര് പകരുന്നതാണ്. ചന്നം പിന്നം പെയ്യുന്ന മഴയിൽ തുള്ളിച്ചാടി കളിക്കാൻ എന്ത് രസമാണ്.
പക്ഷേ ചാറ്റിൽ മഴയത്ത് പോലും ഇറങ്ങുമ്പോൾ അമ്മ വഴക്കു പറയും. മഴ നനയാതെ അകത്തേക്ക് കയറൂ, ഇല്ലെങ്കിൽ പനി വരും. കുടയും എടുത്ത് പുറത്തിറങ്ങും. അമ്മയെ കാണാതെ കുട മാറ്റി മഴ നനയും. പിന്നെ കുട വീശി പപ്പടക്കുടയാക്കും. വെള്ളത്തിൽ ചാടി മറിയും. കടലാസ് കൊണ്ട് തോണിയുണ്ടാക്കി മഴവെള്ളത്തിലൂടെ ഒഴുക്കും. തവളകളുടെ പേക്രോ ശബ്ദം, മഴയുടെ ഇരമ്പലും ഉച്ചത്തിൽ കേൾക്കാം. മഴ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. മഴയനുഭവം. മഴ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പക്ഷേ മഴയുടെ കൂടെ ഇടിയും മിന്നലും കാറ്റും വന്നപ്പോൾ എനിക്ക് പേടിയായി. മഴ പെയ്ത് മുറ്റം മുഴുവൻ വെള്ളം നിറഞ്ഞു. കിണറും കുളവും നിറയെ വെള്ളം. തോടും നിറഞ്ഞൊഴുകി. മഴയത്ത് കടലാസ് തോണി ഉണ്ടാക്കി കളിക്കുന്നത് എൻ്റെ ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്